ബിഗ് ബോസ് സീസൺ 6 പോയി. ബിഗ് ബോസ് സീസൺ 6 ബിഗ് ബോസിൽ പോയി ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. നിങ്ങളൊക്കെ വിചാരിക്കുന്ന വ്യക്തി തന്നെ, നമ്മുടെ സീക്കട്ടേൻ്റെ സായി കൃഷ്ണ. നമ്മൾ വിചാരിച്ചു ഏറ്റവും കൂടുതൽ നെഗറ്റീവ് നേരിടേണ്ട ഒരു വ്യക്തി ജാസ്മിൻ ജാഫർ, ഗബ്രിയൊക്കെ ആയിരിക്കും എന്ന് നമുക്കന്ന് തോന്നിയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, എല്ലാം നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ജാസ്മിനുമൊക്കെ സാമാന്യം ഡിഗ്രേഡ് നേരിടുന്നുണ്ടെങ്കിലും പക്ഷേ പൂർവാധിക ശക്തിയായി ഇപ്പം തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞ സായി കൃഷ്ണയ്ക്കാണ്. ഇതിനെന്താണ് കാരണം? നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പുള്ളി പലപ്പോഴും, എനിക്ക് തോന്നുന്നു സീസൺ 4 തൊട്ടാണ് ഞാൻ പുള്ളിയുടെ റിവ്യൂ ഒക്കെ കാണാൻ തുടങ്ങി. അന്നൊക്കെ പലരും ഡോക്ടർ റോബിനെയൊക്കെ വിമർശിച്ചുകൊണ്ടായിരുന്നു അന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ കഴിഞ്ഞ സീസണിലും അഖിൽമാരാർക്ക് വലിയ സപ്പോർട്ടൊന്നും കൊടുക്കുന്നത് ഞാൻ കണ്ടില്ല. വിഷ്ണുവിനൊക്കെ നല്ല സപ്പോർട്ട് കൊടുക്കുന്നത് കണ്ടായിരുന്നു. റിനൂഷ്, അതുപോലെ എന്താ പറയുന്നത്, അങ്ങനെ കുറച്ച് പേർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഈ സീക്രട്ടേൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ എന്തൊക്കെയോ സംഭവിക്കും, എന്തോ വലുത് വരാനിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കത്തില്ലേ. ഏറ്റവും വലിയ പടങ്ങളൊക്കെ ഇപ്പം ലാലേട്ടൻ്റെ ആയാലും മമ്മൂട്ടിയുടെ ആയാലും രജനീകാന്തിൻ്റെ, അങ്ങനെ നമ്മൾ വിജയുടെയൊക്കെ പടങ്ങൾ കാണാൻ പോയതിനു ശേഷം വലിയ പ്രതീക്ഷയോട് കാണാൻ പോകും. അതിനുശേഷം നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമാണ് സംഭവിക്കുന്നതെങ്കിൽ അത് ഭയങ്കര, ആ പടത്തിന് തന്നെ ഭയങ്കര പ്രശ്നമായിരിക്കും. അതങ്ങ് തകർന്ന് തരിപ്പണമായിപ്പോകും. അതേ അവസ്ഥ തന്നെയാണ് സീക്രട്ടേജൻറ്റ് സംഭവിച്ചത്. സീക്രട്ടേജൻറ്റ് ബിഗ് ബോസിൽ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ തന്നെ വീഡിയോ ഇട്ടിരുന്നു. ഭയങ്കര സംഭവമായിരിക്കും സീക്രട്ടേജൻറ്റ്. അപ്പം പുള്ളി പറയുന്ന കാര്യങ്ങളെല്ലാം അവിടെ പ്രാവർത്തികമാക്കും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചായിപ്പോയി. അത് പുള്ളിക്ക് ഭയങ്കര നെഗറ്റീവായി മാറി. അപ്പം അദ്ദേഹത്തിൻ്റെ ഇപ്പം വീഡിയോ പുള്ളിക്ക് ഇടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് സീക്രട്ടേജൻറ്റ് വന്നു നിൽക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അദ്ദേഹം പല കാര്യങ്ങളും, ഭൂമിയിലുള്ള പല കാര്യങ്ങളും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും എനിക്ക് രസകരമായി തോന്നി. ഞാൻ പല വീഡിയോകളും പുള്ളിയുടെ വീഡിയോ കാണാൻ വേണ്ടി കാത്തിരിക്കാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പല കാര്യങ്ങളും സംസാരിക്കുന്ന കൂട്ടത്തിൽ പുള്ളി പല കാര്യങ്ങളും പറയുമ്പോഴും ഇപ്പോഴും അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ, നമ്മൾ മിക്കവാറും ഇപ്പം കമൻറ്റുകളാണ് നോക്കുന്നത്. അതൊരു 100 കമൻറ്റുകളിൽ ഏകദേശം 90-98 കമൻറ്റുകളും പുള്ളിയെ പുച്ഛിച്ചുകൊണ്ട്, പുള്ളിയെ കാണുമ്പോൾ ചിരി വരുന്നു, പുള്ളി ബിഗ് ബോസിൽ പോയി കാണിച്ചാൽ എന്താണ്, ഇങ്ങനെന്താ പറയുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ പുള്ളിയെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുന്ന കമൻറ്റുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ 2 ദിവസം മുമ്പ് സീക്രട്ടേജൻറ്റ് പറയുകയും ചെയ്തു ഒരു വീഡിയോയ്ക്കകത്ത്. ഇത് ഫേക്കാണ്, PR ടീം ഇരുന്ന് എനിക്ക് നെഗറ്റീവ് ചെയ്യാൻ വേണ്ടി എന്നെ പരിഹാസ കഥാപാത്രമാക്കുകയാണ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തു. എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. ആരെങ്കിലും കാശ് കൊടുത്ത് ഇങ്ങനെ PR ടീമിനെയൊക്കെ വെച്ച്, ഇപ്പം ബിഗ് ബോസിൽ പോകുമ്പം അവിടെ വിജയിക്കാൻ വേണ്ടി PRകളെ ഏൽപ്പിച്ചിട്ട് പോകുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരാളെ തകർക്കാൻ വേണ്ടി PRകളെ ഏൽപ്പിച്ചിട്ട് പോകുന്ന രീതി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിനെപ്പറ്റിയൊക്കെ ഗഹനമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി സീക്രട്ടേജൻറ്റാണ്. എനിക്ക് തോന്നുന്നു ഈ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ആധികാരികമായിട്ട് പറയുന്ന വ്യക്തിയായ ഈ നമ്മുടെ സീക്രട്ടേജൻറ്റ് ആയതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ കാര്യമുണ്ടായിരുന്നു. പക്ഷേ അത് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഒരു പക്ഷേ പുള്ളി പറയുന്നത് കാര്യമുണ്ടായിരിക്കും. കാശ് കൊടുത്ത് പുള്ളിയെ പരിഹാസ കഥാപാത്രമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇതിച്ചിരി, ഞാൻ ആ കമൻറ്റുകളൊക്കെ കാണുമ്പോഴും ഇച്ചിരി ഓവറായി മാറുന്നുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടി ഈ കമൻറ്റ് വരുന്നവർ ശ്രമിക്കാതെ പുള്ളിയെ പ്രത്യേകിച്ച് അവഹേളിക്കുന്ന രീതിയിലേക്ക് മാറി. കാരണം ബിഗ് ബോസ് ഇപ്പോൾ കഴിഞ്ഞിട്ടിപ്പം 2 മാസത്തോളം ആയി. അപ്പോഴും ഒരാളെ തിരഞ്ഞു പിടിച്ച് എന്തോന്ന് ചെയ്യുന്നത് അത് നല്ല ശീലമല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വിതച്ചതല്ലേ കൊയ്യത്തുള്ളൂ എന്നുള്ളൊരു പഴഞ്ചൊല്ലും എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മ വരുന്നു. സീക്രട്ടേജൻറ്റ് എന്താണ് പറ്റിയത് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ചില ആൾക്കാരുണ്ട്, തള്ളുവീരന്മാർ എന്ന് പറയും. ഈ
നമ്മൾ പല മിമിക്രിയിലും ഒക്കെ കണ്ട അവരെ കാണുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഞാനായിരുന്നുവെങ്കിൽ ഈ സ്ഥാനത്ത്, നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്തേനെ. എല്ലാവരെയും വിമർശിക്കുക എന്നുള്ളൊരു ശീലമുണ്ട്. ആരും ചെയ്യുന്നത് പുള്ളിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ ഒരു വ്യക്തികളാണ് ഈ തള്ളുവീരന്മാരെന്ന് പറയുന്നത്. ഞാനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തേനെ. ഞങ്ങളുടെ നാട്ടിലും തള്ളുവീരന്മാരെല്ലാ നാട്ടിലും കാണുമല്ലേ. നമ്മുടെ നാട്ടിലും സ്ഥിരമായിട്ട് കണ്ടുവരുന്ന തള്ളുവീരന്മാർ. ഈ തള്ളുവീരന്മാർക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് അടി കിട്ടിയെങ്കിൽ അവർ പറയും, അങ്ങോട്ട് തിരിഞ്ഞു പറഞ്ഞാൽ നീ തിരിച്ചു കൊടുത്തിരുന്നെങ്കിൽ നിനക്ക് അതിനുള്ള കഴിവില്ല, ഞാനെങ്ങാണോ ആയിരിക്കണമായിരുന്നു അവൻ 4 കാരണം പറഞ്ഞ് അപ്പുറത്ത് വീണേനെ, പിന്നെ അവൻ ജീവിതത്തെ ആരും തല്ലാത്ത പോലെ ഞാൻ ആക്കിയേനെ എന്നൊക്കെ നമ്മൾ തള്ളിക്കൊണ്ടിരിക്കും. അപ്പം അത് സ്ഥിരമായിട്ട് എല്ലാ മനുഷ്യനും ഉള്ളതാണ്. പക്ഷെ ചിലവർക്ക് ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പം നമ്മുടെ നാട്ടിലും അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് തല്ല് കിട്ടി കഴിയുമ്പം ഒരു കാരണവും അറിയത്തില്ല, അവർ കാരണം പറഞ്ഞ് വീഴുന്നത് നമ്മൾ കാണാൻ പറ്റും. പിന്നെ ചില നാട്ടിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കത്തില്ലേ, അന്യ വീട്ടുകാരൻ്റെ ഒളിഞ്ഞു നോക്കി അവരെ നമ്മൾ എപ്പോഴും അവരങ്ങനാണ്, അവരുടെ ഭാര്യ അങ്ങനെയാണ്, അവനങ്ങനെയാണ്, പിന്നെ അവൻ്റെ മക്കളിങ്ങനെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറയും. അവസാനം സ്വന്തം ഭാര്യ ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോകുമ്പോൾ അത് തീരുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഈ തള്ളുവീരന്മാരെല്ലാ നാട്ടിലും ഉള്ളതാണ്. എനിക്ക് തോന്നുന്നു ഫീക്കട്ടേനെ സംബന്ധിച്ച്, ഫീക്കട്ടേൻ്റെ, ഞാൻ ഇതുമായിട്ടൊന്നും താരതമ്യപ്പെടുത്തിയല്ല സംസാരിക്കുന്നത് ഫീക്കട്ടേനെ കേട്ടോ, ഇത് വേറെ ഒരു രീതിയിലാണ് ഞാൻ പറയുന്നത്. കാരണം ഈ യൂട്യൂബിലൂടെ പുള്ളി കാറ് കയറുമ്പോൾ പുള്ളിക്ക് ഭയങ്കര ഹരമായി മാറും. അങ്ങനെ പുള്ളി ഈ യൂട്യൂബിലൂടെ ഈ പല ബിഗ് ബോസ് മത്സരാർത്ഥികളെയും അവർ കളിച്ചത് ശരിയായില്ല, അവരങ്ങനെ കളിക്കണമായിരുന്നു, ഇങ്ങനെ കളിക്കണമായിരുന്നു, അവന്മാരെന്താണ് കാണുന്നത്. എനിക്കൊന്ന് ഈ സീസണിലെ അൻഫിയെ പറ്റി അദ്ദേഹം പറഞ്ഞത് കട്ടിൽ റാണി എന്നുള്ള രീതിയാണ് പറഞ്ഞത്. അതുപോലെ ഋഷിയെപ്പറ്റിയും പല പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട്. അങ്ങനെ പലരെ പറ്റിയും, ജിൻഡോയെ പറ്റി കള്ളം പറയുന്ന ഒരു വ്യക്തി എന്നൊക്കെയുള്ള രീതിയിലുള്ള പരാമർശം, ജിൻഡോ ഒന്നും ഗെയിമല്ല കളിക്കുന്നതെന്നുള്ള രീതിയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ നമ്മൾ വളരെ ഒത്തിരി പ്രതീക്ഷിക്കും. അത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഗെയിം ഇപ്പം കാണിച്ചു തരാം, ഇപ്പം കണ്ടോണം, ഞാനിപ്പം കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ്. അതിന് പ്രതീക്ഷ നൽകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, അദ്ദേഹം പോകുന്നതിന് മുമ്പ് അദ്ദേഹം പറയും, ഞാൻ എല്ലാ ആഴ്ചയിലും നോമിനേഷന് വരും, എല്ലാ ആഴ്ചയിലും ജയിലിൽ പോകും, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തല അടിച്ച് പൊട്ടിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണേ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ അവിടെ കളിക്കും, ഞാൻ വിലസും, ഇനി നിങ്ങൾ കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീർവാണം മുഴക്കിയാണ് പോയത്. എനിക്കൊന്നും ആ ഗീർവാണം ഒരു പ്രശ്നമായി മാറിയെന്ന്. അപ്പോൾ ഈ ആൾക്കാർ വലിയതായിട്ട് പ്രതീക്ഷിച്ചു പുള്ളി ഇപ്പം കാണിക്കുന്നത്. പക്ഷെ അവിടെ ചെന്ന് ജാഫർ എന്ന് പറയുന്ന നെഗറ്റീവുള്ളൊരു മത്സരാർത്ഥികൾക്ക് ഓശാന പാടുന്നതായിട്ട് നമ്മൾ കണ്ടു. ജാസ്മിനെ പറ്റിയുള്ള പുറത്തുള്ള കാര്യങ്ങൾ അദ്ദേഹം ജാസ്മിനോട് പറഞ്ഞു കൊടുത്തു. അപ്പം വിചാരിച്ചു ഇതെന്താണ്. പിന്നെ അത് പാടപ്പാടെ അങ്ങനെ ബിഗ് ബോസിൽ നിന്ന് വാണിങ്ങി കിട്ടുന്നു. അപ്പോൾ ജാസ്മിന് വേണ്ടി ജാസ്മിൻ്റെ ഒരു ഏജൻ്റായി ചെന്നതാണെന്ന് ആൾക്കാർക്ക് പിന്നെ തോന്നി തുടങ്ങി. ആദ്യമേയൊക്കെ എല്ലാവരും വിമർശിക്കാൻ, നാളെ മാറും, മറ്റന്നാൾ മാറും. ഞാൻ എപ്പോൾ പല പ്രമുഖ ചാനലുകളും പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായി. ഒരു മാറ്റം ഉണ്ടാവും, പുള്ളി തന്നെ പൊട്ടിത്തെറിക്കാൻ പോകുന്നു. പുള്ളിയുടെ ഭാര്യയുടെ തന്നെ യൂട്യൂബിനകത്ത്, ഫീക്കട്ടേൻ്റെ തന്നെ യൂട്യൂബിനകത്ത് ഭാര്യ തന്നെ പറയുന്നുണ്ട്, ഓരോ നിമിഷം ഇപ്പം പൊട്ടിത്തെറിക്കും എന്ന് പറയുന്നതല്ലാതെ പടക്കം പൊട്ടിയില്ല എന്നാണ് സ്നേഹ തന്നെ പറയുന്നത്. അപ്പോൾ അത് തന്നെയായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. അത് പൊട്ടാതെ വന്നു കഴിഞ്ഞപ്പം ഇവൻ പറയുന്നതൊക്കെ തള്ളാണ്, ഇവനെ കൊണ്ട് ഇതൊക്കെ പറ്റത്തുള്ളൂ എന്ന് ആൾക്കാർക്ക് തോന്നിയത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു വശമാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെയുള്ളൊരു വിഷയം കൊണ്ട് ഫീക്കട്ടേനെ സംബന്ധിച്ച് ആൾക്കാർ എന്ത് പറഞ്ഞാലും, ഇപ്പം ഫീക്കട്ടേൻ്റെ എന്ത് ഗൗരവം പറഞ്ഞാലും അതൊരു പരിഹാസമായ രീതിയിലേക്ക് മാറുന്നു എന്ന് തോന്നുന്നു. പക്ഷെ അത് ഓവറായി മാറുന്നുണ്ട്. കാരണം സ്ഥിരമായിട്ട് പുള്ളിയുടെ യൂട്യൂബ്, പുള്ളി എന്ത് ഇതിട്ട്, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഫീക്കട്ടേനെ ഇഷ്ടമില്ല, വേറെ ആരെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ എന്ത് കാണാതിരിക്കുക, അത്രയല്ലേ ഉള്ളൂ. പിന്നെ കണ്ടു കഴിഞ്ഞിട്ട് കമൻറ്റ് ചെയ്തേ പറ്റൂ എന്ന് തീരുമാനിക്കുന്നവർ കമൻറ്റ് ചെയ്യുക എന്നുള്ള. പക്ഷെ അത് സ്ഥിരമായിട്ട് കുറച്ച് ആൾക്കാർ മാത്രമായിട്ട് ബുക്ക് ചെയ്ത് ഇങ്ങനെ കമൻറ്റ് ഇടുന്നതായിട്ട് തോന്നുന്നു. അതല്ല, അദ്ദേഹം പറയുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കൂ. അദ്ദേഹത്തെ ഇഷ്ടമല്ലെങ്കിൽ കാണാതിരിക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചാനൽ, ഫീക്കട്ടേൻ്റെ ചാനലിന് ഏറ്റവും വലിയ, എനിക്ക് തോന്നുന്നു ചെറിയൊരു വിഷയം പോലും നമ്മളൊക്കെ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ അസൂയയോട് നോക്കി കാണുന്ന ഒരു ചാനലായിരുന്നു. കാരണം
3 മിനിറ്റ് 4 മിനിറ്റ് കൊണ്ടൊക്കെ 1K ഒക്കെ അടിക്കുന്ന പെട്ടെന്നാണ് കയറിപ്പോകുന്നത്. അറിയാം, മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ 30-40K ഒക്കെ ആയിരിക്കും. അപ്പം മിക്കവാറും എല്ലാവരും ആവറേജ് എടുത്തു കഴിഞ്ഞാൽ 35-40-50K ഒക്കെ സ്ഥിരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലായിരുന്നു സീക്രട്ട്. എന്ത് വിഷയം പറഞ്ഞാൽ അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹത്തിന് തോന്നിക്കാണും ഒരു കാരണവശാലും പോകണ്ട എന്ന് പറയാം. പുള്ളിയുടെ വരുമാനം തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സംഗതികൾ മാറുന്നുണ്ട്. കാരണം ഇപ്പം അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് ഒരു 10,000, 12,000, 15,000 വ്യൂസിൽ നിന്നും കൂടുതൽ വരുന്നില്ല എന്നുള്ളതാണ്. അതിൽ കൂടുതലും നെഗറ്റീവ് കമൻറ്റുകളും. അതാണ് ഞാൻ പറഞ്ഞത്, നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രമായിട്ട് കുറച്ച് ആൾക്കാർ കയറി കാണുന്നതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അവരുടെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ വളരെ തുച്ഛമായ ആൾക്കാരാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. അത് ഒരു യൂട്യൂബറെ സംബന്ധിച്ച് സന്തോഷമാണ്. ആരും നന്നാവുന്നത് നമുക്ക് ഇഷ്ടമല്ലല്ലോ. സാധാരണ നമ്മൾ മലയാളികളല്ലേ, നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നതുണ്ട്, അപ്പുറത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് കറണ്ട് ഉണ്ടോ എന്ന് നോക്കി നമ്മൾ സ്വയം പുച്ഛിക്കുന്നത് നമ്മളാണ്. അപ്പുറത്ത് കറണ്ടുണ്ട്, നമുക്കെന്താ ഇല്ലാത്ത എന്നുള്ള രീതിയിലുള്ള വ്യക്തികളാണ് പ്രത്യേകിച്ച് നമ്മൾ. എല്ലാം ആ പൂയയും പുശുമ്പോക്കാണ് മനസ്സിലാണ്. അത് കൂടിയും കുറഞ്ഞിരിക്കും അല്ലേ. അപ്പം ഒരു യൂട്യൂബർ എന്ന നിലയിൽ നമുക്ക് തോന്നുമ്പോൾ അവൻ്റെ ചാനൽ അങ്ങനെ വളരാൻ പാടില്ല, അവൻ എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ എൻ്റെ നോട്ടത്തിൽ അത് ഒരു മോശം പ്രവണത തന്നെയാണ്. കാരണം ഒരു യൂട്യൂബറെ സംബന്ധിച്ച് അവൻ ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ താഴെ വന്ന് സ്ഥിരമായിട്ട് മോശം കമൻറ്റുകൾ ഇടുന്നത് അത് മോശം പ്രവണതയാണ്. സീക്രട്ടേറിയറ്റിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി തള്ളി മറിച്ചു, ആരെയും വിമർശിച്ചു, ആരെയും ഞാനെന്തോ വലുതാണെന്നൊരു തോന്നലുണ്ടായി. അതിന് ഏറ്റവും തിരിച്ചടി കൂടിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള തിരിച്ചടികൾ എല്ലാവർക്കും കിട്ടുന്നത് നല്ലതായിരിക്കും അല്ലേ. എല്ലാവരും നന്നാവുമായിരിക്കും, നമുക്കും കിട്ടുന്നത് നന്നാവും അല്ലേ, നമ്മളും നന്നാകുമായിരിക്കാം എന്നുള്ള പ്രതീക്ഷയോടെ വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി. ഓക്കെ, ബൈ.